നാളെ ഏപ്രിൽ 1 നാളെ മുതലുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ മിനിമം ബാലൻസ് നിയമങ്ങൾ പുതുക്കുന്നു. മിനിമം ബാലൻസ് നിലനിർത്താൻ കഴിയാത്ത ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് പിഴ ചുമത്തും. നാളെ ഏപ്രിൽ 1 മുതലാണ് ഈ മാറ്റം പ്രാബല്യത്തിൽ വരിക. അടുത്ത അറിയിപ്പ്, ATMൽ നിന്ന് പണം പിൻവലിക്കുന്നതിനും ബാലൻസ് പരിശോധിക്കുന്നതിനും ഉപഭോക്താക്കൾ ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും. ATM ഉപയോഗിക്കുന്നതിനുള്ള നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകി. മെയ് 1 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് പണം പിൻവലിക്കുന്നതിനുള്ള നിരക്ക് 2 രൂപയും ബാലൻസ് പരിശോധിക്കുന്നതിനുള്ള നിരക്ക് 1 രൂപയുമാണ് വർദ്ധിപ്പിക്കുക. നിലവിൽ ATM വഴിയുള്ള പണമിടപാടുകൾക്ക് 17 രൂപയാണ് ഇന്റർചേഞ്ച് ഫീസ് ഈടാക്കുക. ഇത് 19 രൂപയായി വർദ്ധിക്കും. ബാലൻസ് പരിശോധിക്കുന്നതിനുള്ള നിരക്ക് 6 രൂപയിൽ നിന്ന് 7 രൂപയായി വർദ്ധിക്കും. 2025 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആദായ നികുതിയിലെ മാറ്റങ്ങളെക്കുറിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പുതുക്കിയ ആദായ നികുതി നിയമങ്ങൾ പ്രകാരം പ്രതിവർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾ ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. നാളെ ഏപ്രിൽ 1 മുതൽ GST നിയമങ്ങളിലും പ്രധാന മാറ്റങ്ങൾ വരും. നികുതിദായകർക്ക് മികച്ച സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതായത് GST പോർട്ടലിൽ ഇപ്പോൾ മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. 180 ദിവസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത അടിസ്ഥാന രേഖകൾക്ക് മാത്രമേ E-Way ബില്ലുകൾ സൃഷ്ടിക്കാൻ കഴിയൂ. ഈ മാറ്റങ്ങൾ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. മറ്റൊരു സുപ്രധാന മാറ്റം, 2024 ഓഗസ്റ്റിൽ സർക്കാർ ആരംഭിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് പഴയ പെൻഷൻ പദ്ധതിക്ക് പകരമായിട്ടാണ് എത്തുന്നത്. രാജ്യത്തെ ഏകദേശം 23 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരെ ഈ മാറ്റം ബാധിക്കും. കുറഞ്ഞത് 25 വർഷത്തെ സേവനമുള്ള ജീവനക്കാർക്ക് അവരുടെ റിട്ടയർമെന്റ് കാലത്തെ അവസാന 12 മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായ പെൻഷൻ ലഭിക്കും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും.